ഹലോ, രഞ്ജിത്താണ്. നമ്മുടെ ഭഗത് സിംഗിനെ കുറിച്ചിട്ട് ദാവൂദ് മീഡിയ വണ്ണിൽ പറഞ്ഞതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അതിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഭഗത് സിംഗ് സത്യത്തിൽ ഭീകരവാദികൾ തന്നെയായിരുന്നു. ഭീകരവാദമായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പറഞ്ഞത് ഭഗത് സിംഗ് തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഭഗത് സിംഗ് തന്നെയാണ് ഇത് പറഞ്ഞത്. പക്ഷെ അത് എപ്പോഴായിരുന്നു? അത് അവരുടെ ഒരു വിപ്ലവ കാലഘട്ടത്തിന് തുടക്കത്തിലാണ്. ഏതാണ്ട് 23 വയസ്സിൽ ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലൊരു 17-18 വയസ്സുള്ള സമയത്ത്, ഒരു അല്ലെങ്കിൽ ഒരു 19 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു ഇത് തീവ്രമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പലതും സാധിക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന അർത്ഥത്തിലാണ് തങ്ങളെ തന്നെ സ്വയം ഭീകരവാദികളായിരുന്നു തങ്ങൾ എന്ന് ഭഗത് സിംഗ് പറയുന്നത്. അത് പിൽക്കാലത്ത് ഭഗത് സിംഗ് പറയുന്നതാണ്. ഭഗത് സിംഗിൻ്റെ റൈറ്റിങ്ങുകളിലൂടെ വ്യക്തമാവുന്നതാണ്. ഭഗത് സിംഗ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, പക്ഷേ പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് മാറി യഥാർത്ഥ വിപ്ലവകാരികളാവുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ്? പഠനം, നിരന്തരമായ പഠനം, നിരന്തരമായ ചോദ്യം ചെയ്യൽ, അവരവരുടെ വീക്ഷണങ്ങളെ തന്നെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയ ഒരു പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ വായിക്കുക, അറിയുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞേ പറ്റൂ. വെറും ഭീകര പ്രസ്ഥാനം കൊണ്ടോ തീവ്രവാദ പ്രസ്ഥാനം കൊണ്ടോ ഈ രാജ്യത്തെ വ്യവസ്ഥിതിയോ സാധാരണ ഇന്ത്യക്കാർക്ക് ജീവിത അഭിവൃദ്ധി ഒന്നും ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പം കേവലം സ്വാതന്ത്ര്യം നേടലല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീ വർദ്ധിപ്പിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്നും പകരം അതിലുമുപരി ഈ വെളുത്ത മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കറുത്ത മുതലാളിമാരുടെ കയ്യിലേക്കുള്ള അധികാര കൈമാറ്റമല്ല സ്വാതന്ത്ര്യം എന്നുകൂടി പറയുന്ന ഒരു മാർക്സിയൻ വിശകലനത്തിൽ പറഞ്ഞ വ്യക്തിയാണ് ഭഗത് സിംഗ്. അങ്ങനെയാണ് ഭഗത് സിംഗ് ഇത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഗാന്ധിജി ആദ്യം മഹാത്മാവ് എന്ന് വിളിക്കുന്നത് ഭഗത് സിംഗ് ആണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം മഹാത്മാവ് എന്ന്, അതായത് ഇവർ വെറും ബോംബ് രാഷ്ട്രീയക്കാരാണ് എന്ന് ഗാന്ധിജി പരിഹസിക്കുമ്പോൾ ആ ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ബോംബിൻ്റെ രാഷ്ട്രീയത്തിന് മറുപടി ലെറ്റർ ഭഗത് സിംഗ് എഴുതുകയുണ്ടായി. വളരെ ഫേമസ് ആണത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം തുടക്കകാലത്ത് ഗാന്ധിജി വിളിച്ച പോലെ തന്നെ, അങ്ങ് വിളിച്ച പോലെ തന്നെ, ബാപ്പുജി വിളിച്ച പോലെ തന്നെ ഭീകരവാദികൾ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾ അതിൽ നിന്ന് മാറുകയും ഞങ്ങൾ യഥാർത്ഥ മാർക്സിസ്റ്റ് വിപ്ലവ ലൈനിലേക്ക് മാറി യഥാർത്ഥ വിപ്ലവകാരികളാവുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം ഞങ്ങളുടെ വീക്ഷണം മാറിയത്. ഞങ്ങളുടെ വീക്ഷണം ഇപ്പോൾ എന്താണ്? ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ആയുധം കൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും ഒരാളെ വേദനിപ്പിക്കുന്ന ഒന്നല്ല ഞങ്ങളുടെ മാർഗം ഇപ്പോൾ. എന്നുവെച്ചാൽ മുമ്പ് ഇവരെല്ലാവരും അതേപോലെ ഈ ഭീകരാക്രമണം നടത്തിയിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ ചിന്താഗതി അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവരെല്ലാവരും കൊല്ലാൻ നടന്നിരുന്ന പാർട്ടീസല്ല. പക്ഷേ ലാലാ ലജ്പത് റായ് പോലെയുള്ള വന്ധ്യവയോധികരെയൊക്കെ തച്ച് കൊന്നിരുന്ന സമയത്ത് സ്വാഭാവികമായും ആവേശം കൊണ്ട്, വിപ്ലവ വീര്യം കൊണ്ട് അതിന് പകരം വീട്ടാനും പോലീസുകാരെ ആക്രമിക്കാനും വധിക്കാനൊക്കെ ഉള്ള ഒരു ചിന്തയിലും പ്രവർത്തനങ്ങളൊക്കെ ഇവർ ഏർപ്പെട്ടിരുന്നു. ചിന്തയാണ് പ്രധാനം, ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ആ ആറ്റിറ്റ്യൂഡായിരുന്നു ഭീകരവാദം എന്ന് പറഞ്ഞത്. ആറ്റിറ്റ്യൂഡ് അവർക്കുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറുകയും, ഇപ്പം ഈ ദാവൂദ് പറഞ്ഞ പോലെ ഒരു കോടതിയിലും അദ്ദേഹം ബോംബ് വെച്ചിട്ടില്ല. ശുദ്ധാസംബന്ധമാണ് അങ്ങേര് പറഞ്ഞത്. ഏത് കോടതിയിലാണ് ഭഗത് സിംഗ് ബോംബ് വെച്ചത്? ഭഗത് സിംഗ് ബോംബ് എറിയുന്നത് അസംബ്ലിയിലാണ്, ഡൽഹി അസംബ്ലിയിലാണ്. അതും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരാൾക്കും പരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ തന്നെയാണ് അങ്ങനെ എറിഞ്ഞത്. അത് പ്രാക്ടീസ് ചെയ്യുകയോട് ചെയ്തിരുന്നവർ, ട്രയൽ ചെയ്ത് അവരത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കോടതിയിൽ. ഞങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് അധ്യക്ഷ പദവിയിലേക്കോ ഗാലറിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും എറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എറിഞ്ഞത് ഒരു വലിയ ശബ്ദം ഉണ്ടാക്കുകയും ഇതിലൂടെ ഞങ്ങളുടെ ലഘുലേഖകൾ അവിടെ വിതരണം ചെയ്ത് ഞങ്ങളുടെ ആവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ രാജ്യം മുഴുവൻ എത്തിക്കാനുമാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ ഒരു ഉപായമായിരുന്നത്. അല്ലാതെ കൊല്ലാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ എളുപ്പം കഴിയുമായിരുന്നു അതിനകത്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയും അവർക്ക് കംപ്ലീറ്റ് പുകപടലമായിരുന്നു, അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതിന് പകരം അവർ ആ ലഘുലേഖകൾ വിതരണം ചെയ്തിട്ട് തങ്ങളുടെ ആശയം അവിടെ വിളിച്ചു പറയാൻ നിന്ന് അറസ്റ്റ് വരികയാണ് ചെയ്തത്. അവരെയാണ് ഇയാളെ ഭീകരവാദികൾ വിളിക്കുന്നത്. അതൊക്കെ പണ്ടേ വിട്ടു വരും. അതും ആറ്റിറ്റ്യൂഡായിരുന്നു. ആ ചിന്താഗതി അവർ വിട്ടു. പകരം അവർ മാർക്സിസ്റ്റ് ലെനിനിസമാണ് ഭഗത് സിംഗ് സ്വീകരിച്ചത്. അവസാന നിമിഷങ്ങളിൽ ഭഗത് സിംഗ് പറയുന്നുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കണം എന്നാണ്.
ഇന്ത്യയിലെ ചെറുപ്പക്കാരോടുള്ള ഭഗത് സിംഗിൻ്റെ ആഹ്വാനം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. കമ്മ്യൂണിസമാണ് നമ്മുടെ ലക്ഷ്യം, സോഷ്യലിസമാണ് നമ്മുടെ ലക്ഷ്യം. സോവിയറ്റ് റഷ്യയിൽ ലെനിനും സോവിയറ്റ് വിപ്ലവത്തിനും ആശംസകൾ നേർന്ന് ലെനിൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലെനിൻ്റെ നാമം അനശ്വരമാണെന്നും ലെനിൻ്റെക്ക് ഞങ്ങളുടെ പിന്തുണ എന്നും പറഞ്ഞ് കോടതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് കോടതിയിലെ ജഡ്ജിനോട് ഞങ്ങളുടെ ഈ ആശംസ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിന് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിനെയാണ് ഇവർ ഈ ഇന്നലെ വന്ന പൊട്ടന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്കൊക്കെ എന്തോരം ചരിത്രവിജ്ഞാനമുണ്ടെന്ന്. പറയുമ്പോൾ ഏത് കോടതിയിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ബോംബ് വെച്ചു എന്നൊക്കെ ഇനി അവർ പറഞ്ഞു കളയും നിരന്തരം. പറയണതിനൊക്കെ ഒരു മിനിമം ചരിത്ര പിന്തുണ വേണ്ടേ, ഒരു പിൻബലം വേണ്ടേ? അസംബ്ലിയിൽ ബോംബ് വെച്ചെന്നുള്ളത് അവരുടെ ആശയം, ആറ്റിറ്റ്യൂഡ് ഭീകരവാദമായിരുന്നു തുടക്കത്തിൽ എന്നുള്ളതും കറക്റ്റ്. ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞതാണ്. ഭഗത് സിംഗ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഭഗത് സിംഗ് ഈ മാർക്സിസ്റ്റ് ലെനിനിസം വേൾഡ് ലോക കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഉയർന്നത്. അദ്ദേഹത്തിന് ചെയ്ത പിന്നെ അവസാന നിമിഷം വരെ കണ്ടംപ്റ്റ് സെല്ലിലാണല്ലോ കിടന്നിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗത് സിംഗ് ലാസ്റ്റ് ദിവസമാണല്ലോ, പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന മറ്റൊരു വിപ്ലവകാരി, അയാളും ആ ജയിലിൽ തന്നെയായിരുന്നു. അയാൾ കണ്ടംപ്റ്റ് സെല്ലിൽ അങ്ങനെ ആരെയും കാണിക്കില്ല. പക്ഷേ ഇയാൾ പറഞ്ഞു, എനിക്ക് ഭഗത് സിംഗ് അന്ന് നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, ഭൗതികവാദിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു അവരുടെ ഗ്രൂപ്പിൽ. അപ്പോൾ നിരീശ്വരവാദിനെ ഒന്ന് അവസാനമായി ദൈവത്തിനെ കൊണ്ട് വിളിപ്പിക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിൽ പുള്ളി ചെല്ലുകയും അവസാനം ഭഗത് സിംഗിൻ്റെ ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾ ഭഗത് സിംഗിനായത് പിറ്റേ 2 ദിവസം കഴിയുമ്പോൾ തൂക്കി കൊല്ലേണ്ട മനുഷ്യനെ പ്രാഗിക്കൊണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. എങ്ങനെയാണ് പ്രാകുന്നത്? അഹങ്കാരം നിൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു, ദൈവത്തിന് നിനക്ക് ഇടയ്ക്ക് ഒരു തിരശീല വീണിരിക്കുന്നു, നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. അന്ന് രാത്രി ഭഗത് സിംഗ് ഒരു ലേഖ എഴുതി ഇതിന് മറുപടിയായിട്ട്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി. വളരെ വ്യക്തമായിട്ട് വളരെ ക്ലാസ്സായിട്ടാണ് അദ്ദേഹം എഴുതിയത്. ഒരു ദൈവത്തിനോടുള്ള വെറുപ്പ് കൊണ്ടോ ഒരു ആവേശം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മനുഷ്യന് പുള്ളി പറഞ്ഞ ഈ പ്രാഗി ആൾ പറഞ്ഞത്, അഹങ്കാരം നിൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കും, അഹങ്കാരം കൊണ്ട് ആർക്കെങ്കിലും നിരീശ്വരവാദിയാകാൻ പറ്റുമോ? പറ്റില്ല. നിരീശ്വരവാദി ആവണമെന്നുണ്ടെങ്കിൽ അതുപോലെ ദൈവത്തിനോടുള്ള എതിര് പറഞ്ഞുകൊണ്ട് ആർക്കും, വിരോധം കൊണ്ട് ആർക്കും നിരീശ്വരവാദിയാകാൻ പറ്റും. അത് തന്നെ ദൈവത്തെ അംഗീകരിക്കില്ലല്ലേ? അപ്പം ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരു ചിന്താഗതിയാണെന്നും താൻ എങ്ങനെ ആ ചിന്താഗതിയിലേക്ക് എത്തിയെന്നും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസ്, ഒരു മഹത്തായ കൃതി, ഒരു ചെറിയ ലക്കിലേക്ക്, പക്ഷെ അതൊരു ഇന്നും വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബൗദ്ധികമായ പ്രബോധനം ഉണ്ടാകും. അത്ര ക്ലാസ്സായ കൃതിയാണ്. ആ മനുഷ്യനാണ് ഇവർ എല്ലാവരും കൂടിയിട്ട് ഇന്നലെ വന്ന ടീമുകളൊക്കെ കൂടിയിട്ടും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വർഗീയത പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ മനുഷ്യരൊക്കെ ഭഗത് സിംഗിൻ്റെ പേരുച്ചരിക്കാൻ എന്താ അവകാശം? അദ്ദേഹം യഥാർത്ഥ വിപ്ലവകാരൻ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ്. അവസാനം വായിച്ചുകൊണ്ടിരുന്ന ലെനിൻ്റെ ഭരണകൂടവും വിപ്ലവം എന്ന ഗ്രന്ഥമാണ്. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടും ഞാനിതൊന്ന് വായിച്ചു തീർത്തോട്ടെ എന്ന് ഭഗത് സിംഗ് പറഞ്ഞു. ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരി അറിയുകയാണ് എന്നാണ്. ഈ ഭഗത് സിംഗിനെ മഹാനായ സ്റ്റാലിൻ അദ്ദേഹം റഷ്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഞാനിതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ചരിത്രം ഇപ്പോൾ പുസ്തകം റെഫറൻസ് ചെയ്തിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ ഗൂഗിളിൽ ചെയ്താൽ അറിയാൻ പറ്റും. മുസഫർ അലിയോ മറ്റോ ആണ്. അദ്ദേഹം വഴി ഭഗത് സിംഗിന് കത്ത് കൊടുത്തയച്ചു, അല്ല മോസ്കോയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അങ്ങനെ കണ്ടുകൂട്ടിയിരുന്നെങ്കിൽ ഭഗത് സിംഗിൻ്റെ ഈ ഇന്ത്യയുടെ തലവിധി തന്നെ മാറിയാണ്. വളരെ മനോഹരമായൊരു വിപ്ലവം കൂടെ സംഘടിപ്പിച്ചത്. പക്ഷേ ഭഗത് സിംഗ് പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ഇത്, ഞാൻ ഭഗത് സിംഗിന് മാപ്പപേക്ഷ അച്ഛൻ കൊടുത്തിരുന്നു. അതിന് രോക്ഷാകുലനായിട്ടാണ് ഭഗത് സിംഗ് അച്ഛന് കത്തെഴുതിയത്. അച്ഛൻ എന്താണ് കരുതിയത് ഞങ്ങളെ കുറിച്ചിട്ട് എന്ന്. മഹത്തായ ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കേവലം ബ്രിട്ടീഷുകാരുള്ളതുള്ള മാപ്പ് അഭ്യർത്ഥനയല്ല. ഇപ്പോഴത്തെ ഷൂ നക്കികൾക്കൊക്കെ അത് വല്ലതും അറിയാമോ? ഒരു സിമ്പിളായ ഒരു മാപ്പ് എഴുതി കൊടുത്താൽ പോരാമായിരുന്നു. 23 വയസ്സിൽ മാർച്ച് 23 തൂക്കിലേറ്റപ്പെടുക. 24-ാം തീയതിയാണ് ശരിക്കും വധശിക്ഷ. 23-ാം തീയതി തലേദിവസം ജനരോഷം പായുന്നിട്ട് തലേദിവസം രഹസ്യമായിട്ട് തൂക്കിലേറ്റി രഹസ്യമായിട്ട് സത്ലജ് നദിയുടെ കരയിൽ വെച്ചിട്ട് ബോഡി കത്തിച്ച് കളയാണ്. എന്നിട്ട് അവിടെ തീ കത്തുന്നത് കണ്ടിട്ട് ജനങ്ങൾ ഓടി വരുമ്പോൾ ഇവർ ശരീരം, അപ്പോൾ ആദ്യം കത്തിയ ശരീരം അവിടെ ഉപേക്ഷിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഓടുകയാണ് ചെയ്യും. ഭഗത് സിംഗ് പറഞ്ഞു, ഞങ്ങളുടെയും മരണത്തോടെ ഭാരതത്തിലെ ഓരോ അമ്മയുടെയും മനസ്സിൽ തങ്ങളുടെ കുഞ്ഞ് ഭഗത് സിംഗ് ആയിരുന്നു, ഒരു ഭഗത്താവും എന്നുള്ളൊരു ആഗ്രഹം അവശേഷിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ഞങ്ങളെല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യരെന്ന് പറഞ്ഞാൽ കേവലം ഇന്ത്യക്കാരല്ല,
ഇവരൊക്കെ പറഞ്ഞു ഇവരുടെയൊക്കെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസ്നേഹിയുടെ ഇതായിപ്പോലും ഈ പല ദേശസ്നേഹികളെയും നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രധാനം അവർ വെറും ദേശസ്നേഹികളായി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഭഗത് സിംഗ് അങ്ങനെയല്ല. ഭഗത് സിംഗ് വരുന്ന തലമുറകൾക്കും ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത്. മഹത്തായൊരു വിഷനായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കേവലം 23 വയസ്സിനുള്ളിൽ ആ മനുഷ്യൻ ഇത്രയ്ക്ക് വിശാലമായൊരു ബോധത്തിലേക്ക്, ആ ഒരു മാനവിക വീക്ഷണത്തിലേക്ക് ഉയരണമെങ്കിൽ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാകും, എത്രത്തോളം പഠിച്ചിട്ടുണ്ടാകും, എത്രത്തോളം വായിച്ചിട്ടുണ്ടാകും, എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകും. ഭഗത് സിംഗിനെ കുറിച്ച് പറയാൻ ഇതൊന്നും പോരാ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് നിർത്തുന്നു. ഇങ്ങനെ പറയുകയാണ്. ഭഗത് സിംഗ് ഒരു കോടതിയിലും ബോംബ് വെച്ചിട്ടില്ല. ഭഗത് സിംഗ് ഒരു ഭീകരവാദിയുമായിരുന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആശയം ഭീകരവാദമായിരുന്നു തുടക്കത്തിൽ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ആ ആറ്റിറ്റ്യൂഡിനെ കൈയൊഴിഞ്ഞ് മഹത്തായൊരു മാനവിക വീക്ഷണം കൈക്കൊണ്ട മഹത്തായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവം, ഇന്ത്യയിലെ ഏറ്റവും ഉജ്ജ്വലമായ രക്തതാരകമാണ് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ലജ്ജ തോന്നുന്നില്ല എന്നാ ചോദിക്കുന്നത്. അഭിവാദികൾ.